ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ള ചോറും ഒക്കെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിച്ച് വാരി തുടക്കാനുണ്ട്, അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ച് വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം റൂമൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. ഇനി ഹോൾ അങ്ങോട്ട് അടിച്ച് അടുക്കളയിൽ കൂടെ അടിച്ച് വർക്ക് ഏരിയ അടിച്ച് കഴിഞ്ഞാൽ അടിച്ച് വാരൽ കഴിയും. അപ്പോൾ റൂമൊക്കെ ആദ്യം തന്നെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ടിലും അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ച് വാരിയാണ് കേട്ടോ. അപ്പോൾ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തുടക്കാൻ നിൽക്കുകയാണ്. ആദ്യം ഫ്രണ്ട് തുടക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓരോ റൂമുകൾ വെച്ച് തുടക്കും. എന്നും റൂമുകൾ തുടക്കില്ല, ഒന്നരാടാണ് കേട്ടോ റൂമുകൾ തുടക്കുക. അല്ലെങ്കിൽ ഫ്രണ്ടും ഹോളും അടുക്കളയും വർക്ക് ഏരിയ മാത്രം തുടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലം തുടച്ച് വരുമ്പോഴും അപ്പോൾ അവിടെ ഫാൻ ഇട്ടിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ തുടച്ച് വരുന്നത്. അപ്പോൾ ഇതിന് മൂത്താളുണ്ട് വീട്ടിൽ, അവൻ കുളിച്ച് കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ ഞാൻ പറയണത് തുടച്ച സ്ഥലത്ത് കൂടെ ചവിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറയണം കേട്ടോ. അങ്ങനെ തുടക്ക കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടും റൂമും അടുക്കളയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇരിക്കണത്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ചായ കുടിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് പത്തിരി മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഇന്ന് പറമ്പിൽ പണിക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല വയ്യാതിരുന്നായിരുന്നാണ് കുറച്ചായിട്ട്, ഒരു 1.5 മാസം വയ്യാതിരിക്കുക. കാരണം പറമ്പ് ഒക്കെ ആകെ പുല്ല് കയറിയിട്ടുണ്ട്. അതുപോലെ മഴയത്ത് ഒരു മാവ് വീണിട്ടുണ്ടായിരുന്നു. അത് മുറിക്കാനൊരു അണ്ണനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ മുറിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രണ്ടിൽ കാർ പോർച്ച് അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇന്ന് കുറച്ച് നേരം വൈകിട്ട് പണിക്കാരുള്ള കാരണം കുറച്ച് നേരം വൈകിട്ടാണ് പണിയൊക്കെ നടക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ആകെ ചെരുപ്പൊക്കെ വലിച്ചു വാരിയിട്ട് കെടുക്കാനുണ്ട്. അപ്പോൾ അവിടെ അടിക്കുന്നതോട് കൂടി തന്നെ മീൻകാരൻ പോകണമെങ്കിൽ മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് പാത്രം കാശൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. അങ്ങനെ അടി തുടങ്ങുമ്പോഴത്തേന് തന്നെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷൊക്കെ അവിടെ വെച്ചിട്ട് മീൻകാരൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് മീൻ എന്നൊക്കെ നോക്കാൻ പോവുകയാണ് കേട്ടോ. ഗേറ്റൊക്കെ തുറന്ന് മീൻകാരൻ അപ്പോഴത്തേനും അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മീനൊക്കെ ചോദിച്ചിട്ട് പോയി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം അന്ന് മീൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ പുഴയിലെ മീനാണ് കിട്ടിയത് കേട്ടോ. ചാളയും അയിലയും പുഴയിലെ മീനും ഉണ്ടായിരുന്നത്. മീനിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അയിലും ചാളയൊക്കെ ഒന്നും വാങ്ങാനുള്ളതെന്ന് വിചാരിച്ചിട്ട് പുഴയിലെ മീൻ വാങ്ങേണ്ട. അപ്പോൾ ചിലർ കൂട്ടും ചിലർ കൂട്ടില്ല. എന്നാലും വറുത്താൽ എല്ലാവരും കൂട്ടാം. കറി വെച്ചാലാണ് കൂട്ടാത്തത്. അപ്പോൾ കുറച്ച് വറുക്കുകയും ചെയ്യുക, കുറച്ച് ഇതാക്കാൻ വിചാരിച്ചാൽ ഇന്നേക്കൽക്കല്ല, ഇന്നത്തതൊക്കെ കഴിഞ്ഞത്. അപ്പോൾ നാളേക്കൽക്കുള്ള മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഈ മീനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തലേ ദിവസം നേരത്തെ വാങ്ങി വെച്ചൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക. അപ്പോൾ രാവിലെ നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ രാവിലെ ചായക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനും പറ്റില്ല. ഇനി അല്ല ഈ നേരത്തെ കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ഇതിൽ കൂടെ മീൻ കൊണ്ടുപോകും, അപ്പോഴും വാങ്ങി വെക്കും കേട്ടോ. ഇനി കിട്ടിയില്ലെങ്കിൽ രാവിലെ ഞാൻ സ്കൂളിൽ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മീനിന് ഒക്കെ കറികളൊക്കെ കലക്കി വെക്കും. എന്നിട്ട് ഈ നേരത്തെ വാങ്ങിയിട്ട് കറിയും വെക്കും, അങ്ങനെയും വെക്കും കേട്ടോ. അങ്ങനെ ഇവിടെ അതൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ച് മീനൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ച് കാർ പോർച്ചൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ചെരുപ്പൊക്കെ ഒന്ന് അടക്കി വെക്കേണ്ട. അതുപോലെ അടക്കി വെക്കും. അത് മക്കൾ വരുന്നത് വരെ ഉണ്ടാവുള്ളൂ അങ്ങനെ അടങ്ങിയിട്ട് ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് വീണ്ടും അവർ തട്ടിയിടും, വീണ്ടും ഞാൻ എടുത്തു. അത് എന്നും ഇവിടെ നടക്കണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പണി ചെയ്യണം കേട്ടോ. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ ചെറിയൊരു അസുഖം, ഇങ്ങനെ ഓരോരുത്തരുടെ ചെരുപ്പുകൾ ഇങ്ങനെ കൃത്യമായിട്ട് വെക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിതിങ്ങനെ അടക്കി വയ്ക്കും. ഓരോരുത്തർക്കുള്ള ചെരുപ്പ് ഓരോ ചെരുപ്പിനും അതിൻ്റെ സ്ഥാനമുണ്ട്, അതിനനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി പുറത്ത് പോയൊരു ചെരുപ്പിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് അത് വന്നാൽ അവർ ഫില്ല് ചെയ്യുക വേണ്ടല്ലോ അല്ലോ. അത് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. സ്റ്റാൻഡ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്റ്റാൻഡ് വന്നൊക്കെ എടുത്ത് വലിച്ചെറിയണം. അത് കാരണം സ്റ്റാൻഡ് വെക്കലൊക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെയ്യണത്. കണ്ട പിന്നെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് പുറത്ത് പോയിട്ട് വന്നവർക്ക് വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അത് അവിടെയൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി ബ്രഷൊക്കെ ഒന്ന് ബാക്കിൽ കൊണ്ടുവച്ചിട്ട് വേണം ഞാൻ അകത്ത് ചെന്നിട്ട് മീനിൻ്റെ പണിയും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബ്രഷൊക്കെ ബാക്കിൽ കൊണ്ടുവച്ചിട്ട് അകത്ത് വന്ന് മീൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇപ്പം മീനൊക്കെ നല്ല ഉള്ളത് കൊണ്ട് നമുക്ക് തലേദിവസം തന്നെ ഇതൊക്കെ വാങ്ങി ഇതുപോലെ ഫ്രീസറിലാക്കി വെക്കുകയെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലത്തെ പണി കഴിയും കേട്ടോ. ഇനി എനിക്ക് പണി ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. ആ ഒരു പണിയും കൂടെ ഉണ്ട്. പിന്നെ കുളിക്കുക, അലക്കുക, അതാണ് കേട്ടോ ഇനി ഇന്നത്തെ പണിയുള്ളത്. പിന്നെ പുറത്ത് പണിക്കാരുണ്ട്.
അവർക്ക് ഫുഡൊന്നും കൊടുക്കണ്ട, അവർ അടുത്ത് വീടുള്ളവരാണ്, അവിടെ പോയിട്ട് കഴിക്കും കേട്ടോ. അണ്ണനാണെങ്കിലും അതെ പോയിട്ട് കഴിച്ചിട്ട് വരിക ചെയ്യും. അപ്പോൾ നമുക്ക് രാവിലത്തെ ചിലവൊന്നുമില്ല. ഒരു 10 മണിക്കൊരു ചായ കൊടുക്കണം, പിന്നെ വൈകുന്നേരം ചായ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികളപ്പോൾ ബേസണ്ണും മീൻ കഴുകിയതല്ലേ, മീൻ വെച്ച് ആക്കിയതല്ലേ വിചാരിച്ച് ബേസണ്ണും അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണ്ട. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ. അതിന് ശേഷം അവിടെ ഒന്ന് വെറുതെ തുടച്ചിടും. ഇപ്പം തന്നെ ഇനി അവിടെ വീണ്ടും തുടക്കേണ്ടി വരും. എന്നാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ പണിക്ക് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ടാൽ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമല്ലോ. അപ്പോൾ ഒന്ന് ഉപ്പേരി വെക്കാൻ പോകുന്ന ഈ ചൗ എന്ന് പറഞ്ഞൊരു പച്ചക്കറിയില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോണത്. പുറത്ത് നല്ലൊരു കട്ടിയുണ്ട്, പക്ഷെ ഇതുപോലെ ഇങ്ങനെ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള തോലൊക്കെ ഒന്ന് കളയാണ് കേട്ടോ. തോല് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എടുത്തെങ്കിൽ ഉച്ചക്കലേക്ക് ഞാനും മോനും ഉണ്ട്, ബാക്കി രാത്രിയിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറഞ്ഞ പോലെ പപ്പായയുടെ കുരു പോലെ, പക്ഷെ പപ്പായക്കാളും നന്നായി വെള്ളം വരുന്നു കേട്ടോ. നടുവിലൊരു കുരുണ്ട്, അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതുപോലെ ഉണ്ട് കേട്ടോ, പക്ഷെ നന്നായി വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ. ഞാൻ അതിനായിട്ട് ഞാൻ സബോള നുറുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ ഉണ്ടായിരുന്നു, തേങ്ങ ഈ കൊട്ട തേങ്ങ ആയിരുന്നു, അപ്പോൾ അത് നിർത്ത് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4-5 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചമ്മന്തി പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടാട്ടോ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട്, അധികമൊന്നും വാട്ടണ്ടായിരുന്നു, അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചൗ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ക്യാബേജും അല്ല പപ്പായ അല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ടൈപ്പ് കേട്ടോ. എന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അതിലെ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ അതൊന്ന് വെള്ളം ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തേങ്ങയുടെ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടോ. ഇപ്പോഴതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഇങ്ങനെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിക്കോട്ടെ വിചാരിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് പാലുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് തിളച്ചിട്ടുണ്ട്. മിക്സിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അപ്പോഴും കണ്ട അവിടെ വീണ്ടും വെള്ളമായിട്ടുണ്ട്. ഇനി അതൊന്ന് തുടച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോഴെന്നാൽ നമ്മുടെ നല്ല രുചിയുള്ള ചൗച്ചോൻ്റെ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പാത്രത്തിലേക്ക് ആക്കി എടുത്ത് വെക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്, ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി അതൊന്ന് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ അടുക്കളയിലത്തെ പണി രാവിലത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉപ്പേരി വെച്ച പാത്രം അതൊക്കെ ഒന്ന് കഴുകി അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ അടുക്കള കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.